Hello, Vanya. Hello, guys. Hello guys. Welcome back to my channel. Pare. Hello. 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 എന്താ പറയാ? What? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കോഴി പറ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. പറയടാ. Tata. Ma. Tata. Tata. ചേച്ചി ഞങ്ങളുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, YouTube ya. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ, നമ്മൾ എവിടേക്കാണ് പോണേ? എവിടേക്ക് പോണേ? എന്താ, നമ്മുടെ സനുവിൻ്റെ ആധാർ എടുക്കാൻ പോവുക. ഇതിന് മുന്നേ നമ്മൾ ആധാർ എടുക്കാൻ പോയിട്ട് അത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ നെറ്റ് ഇഷ്യൂ ഒക്കെ കാരണം നമുക്ക് അന്ന് ആധാർ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ ഇന്ന് ഞങ്ങൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് ആധാർ എടുക്കാൻ പോവുക അല്ലേ. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ എന്താ കുഞ്ഞാറ്റിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും അവിടെ തന്നെ കൊടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇവിടെ ഷൊർണൂർ നമ്മുടെ അക്ഷയയിൽ കൊടുക്കാനാണ് പോണത്. കുറച്ച് നേരം പിണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനാണ് രണ്ട് പുറം മുടി കെട്ടാണ്ട് ഇന്നിതാ തല നനച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് പുറം അങ്ങനെ മുടി കെട്ടണ്ട, ഇങ്ങനെ മുടി കെട്ടിയാൽ മതിയെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സനുവിനെ കാണിച്ച് ഇങ്ങനെ കെട്ടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇന്ന് ഈ രണ്ട് പുറം കെട്ടണം, എവിടേക്ക് പോകാന്ന് വെച്ചാൽ രണ്ട് പുറം കെട്ടണം. അപ്പം അതിനുള്ള പരാതിയായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. സുന്ദരിയായിണ്ടോ വെച്ചാൽ അവൾക്ക് ചിരി വരി നീച്ചിക്കൂല. അതാ ഞങ്ങൾ സുന്ദരിയായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കൂടെ അമ്മമ്മ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മേനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കണത്. എന്താ പറയുക, ആദ്യമായിട്ട് എന്നല്ല, മുന്നേ എപ്പോഴോ ഒന്നോ രണ്ടോ തവണ മാത്രമേ വീട്ടിൽ നിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് എൻ്റെ വീട്ടിൽ നിന്ന് സത്യം പറഞ്ഞ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ ചെയ്യണത്. പിന്നെന്താ, ഷൊർണൂർക്ക് അമ്മമ്മേനെ കൂട്ടി പോണതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്താ സനിയോ? എന്തിനാ പോണ അമ്മമ്മയെ കൂട്ടണേ? ഷെയ്ക്ക് കുടിക്കാൻ. ഇപ്പോൾ കുറേ നാളായി ഷെയ്ക്ക് കുടിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഷെയ്ക്ക് കുടിക്കാനൊക്കെ ഒരു പൂതിയാവും. പൂതിയല്ല, നമ്മൾ ഇങ്ങനെ ഷൊർണൂർ അതുപോലെ ചെറുതുരുത്തിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്തെങ്കിലും ഷെയ്ക്കോ ജ്യൂസോ അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ കഴിക്കാൻ. പിന്നെ എന്തായിരുന്നു ഇപ്പം പിന്നെ ബിരിയാണിയൊക്കെ പൊതുവേ കഴിക്കാറുണ്ട്, അതുപോലെ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. ഏട്ടൻ വന്നപ്പോൾ നമ്മൾ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഷെയ്ക്ക് കുടിക്കാൻ പോവാ. അമ്മമ്മ കൂട്ടണത് അതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അങ്ങനെ ചുമ്മാ പറഞ്ഞതാണ്. രണ്ട് പേരെയും കൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മമ്മേനെയും കൂട്ടുന്നത്. ഇപ്പോൾ സനുവിൻ്റെ ഒന്ന് കൈ പിടിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞാറ്റേൻ്റെ മാറി എടുക്കാനോ അമ്മമ്മ കൂടെ വന്നാൽ പറ്റും. അപ്പം എന്താ, ആദ്യം ഞാൻ കുഞ്ഞാറ്റേനെ കൊണ്ടുപോകണില്ല എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം ആദ്യത്തെ പോലൊന്നും അങ്ങനെ കുഞ്ഞാറ്റ ഒരുപാട് നേരം വീട്ടിലങ്ങനെ നിൽക്കാറൊന്നുമില്ല. അപ്പം എൻ്റെ വീട്ടിലായാലും ഏട്ടൻ്റെ വീട്ടിലായാലും നമ്മളിപ്പോൾ അത്രയും അർജൻറ്റായിട്ട് പോണ കാര്യത്തിന് മാത്രം കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം, എന്താ പറയുക, മഴയും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കേട്ടോ നിർത്തി പോകാറുള്ളൂ. എന്താ പറയുക, കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഭയങ്കര വാശിയും കരച്ചിലൊക്കെയാണ്. പിന്നെ എന്താ, ഇപ്പോൾ അമ്മയ്ക്ക് ഇവിടെ പണികളും എല്ലാതും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളേനെ എടുത്തിട്ട് വേണം ഓരോ പണികളും ചെയ്യാനും. അപ്പോൾ ഞാനങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ അവളേനെയും കൊണ്ടുപോകുന്നത്. പിന്നെന്താ, നമ്മൾ ആധാർ എടുക്കുന്നത് ആദ്യം അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെയാണോ അഡ്രസ്സ് വയ്ക്കുന്നത് അവരുടെ പ്രൂഫും ആളും വേണം, ആളുടെ തമ്പ് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും അച്ഛൻ്റെ പേരിലല്ലേ ആധാർ, അച്ഛൻ്റെ അഡ്രസ്സും പേരൊക്കെ കൊടുത്തിട്ടല്ലേ ആധാർ എടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാനവിടെ ഏട്ടൻ്റെ അവിടേക്ക് മാറ്റിയിട്ടില്ല, എൻ്റെ അവിടെ വീട്ടിലത്തെ അഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ വരണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ്റെ അഡ്രസ്സും അമ്മയുടെ തമ്പും അങ്ങനെ വെച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടനില്ലാത്തപ്പോൾ ഇന്നത്തെ ഒരു ദിവസമായാലും പോണത്. അല്ലെങ്കിൽ അന്ന് നമ്മൾ ഏട്ടൻ വന്ന ദിവസം പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ നമ്മൾ പോയത് ഏട്ടൻ വേണമെന്ന് പറഞ്ഞ കാരണമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് 2 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ, അപ്പോൾ എന്താ ചെയ്യാന്ന് അവർ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഏട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്ക് എടുക്കാനായിട്ട് പോവുകയാണ്. എന്താ, ഞാൻ സനുവിനോട് പറയായിരുന്നു, നമ്മളിപ്പോൾ എത്ര ലുക്കിൽ ആധാർ എടുക്കാൻ പോയാലും അതിൽ ആധാരത്തെ ഫോട്ടോ കണ്ടാൽ നമ്മൾ തന്നെ പേടിക്കും. എൻ്റെയൊക്കെ ആധാറൊക്കെ അങ്ങനെയുണ്ട്. എനിക്ക് ആധാർ കാണുമ്പോൾ ചിരി വരും സത്യം പറഞ്ഞാൽ. എത്ര ലിപ്സ്റ്റിക് ഇട്ട് സുന്ദരിയായി പോയില്ല ആധാർ കണ്ട പോന്നു. എന്താണ് പൊന്നെ കാണിക്കണേ?
ശ്യാമയുടെ ഓ ശ്യാമയുടെ പോലത്തെ മുടിയോ? പല മുടിയിട്ടോ. എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് സൈറ്റിൻ്റെ നെറ്റ് ഇഷ്യൂ ഒക്കെ കാരണം നമ്മളിപ്പോൾ 2-3 ദിവസം മുന്നേ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ നെറ്റ് ഇഷ്യൂ ഉള്ള കാരണം, സൈറ്റ് കംപ്ലൈൻ്റ് ആയ കാരണമൊക്കെ അവർ പിന്നീട് വിളിച്ചിട്ട് പറയും ഇന്ന് സൈറ്റ് ഇല്ല, അതുകൊണ്ട് വരണ്ട. അപ്പം അങ്ങനെ 2-3 ദിവസം നമ്മൾ തള്ളി നീക്കി. ഇന്ന് അവസാനം കുഞ്ഞാ കോണിമ്പലൊടി ഇന്ന് അവസാനം ഇന്ന് പോയാലെങ്കിൽ ഇന്ന് ശരിയായാൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു പ്രാർത്ഥനയോട് കൂടി നമ്മളിപ്പോൾ കുറേ ആയി. സനുവിനത് 5 വയസ്സ് UKG-യിലാണ്. ഇനിയിപ്പം എന്തായാലും എത്ര ആധാരം എടുത്തിട്ടില്ലെങ്കിലും 1ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ആധാർ വേണം നിർബന്ധമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ശരിയാക്കണം. പിന്നെ ഞാൻ എന്താ പറയുക ചിന്തിച്ചത്, ഇപ്പം 4 വയസ്സിൽ അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു കുട്ടിയുടെ ഒരു കുട്ടിയുടെ ആധാരം എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞാലും പിന്നെ 5 വയസ്സിൽ പുതുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇത് നന്നായി. ആധാർ എടുക്കാഞ്ഞത് നന്നായി എന്നല്ല, ഞങ്ങൾ നീട്ടി വെച്ചവനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ എടുത്ത പിന്നെ എത്ര 15 വയസ്സ് വരെ 10 വയസ്സ് വരെ അങ്ങനെയൊക്കെ പറ്റും തോന്നും. അപ്പോൾ ഞാൻ അതാ സനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നല്ല സുന്ദരിയായിട്ട് എടുത്തോ. ഞങ്ങളുടെയൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരുമാതിരി കോലത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവൾക്കാണ് ചെവടിക്കതിന് മുമ്പ് അത്ര അണിഞ്ഞൊരുങ്ങിയിട്ട് മേക്കപ്പ് ചെയ്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനതിൻ്റെ എല്ലാ പ്രൂഫുകളും കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ എല്ലാം കയ്യിൽ പിടിച്ച് പോയാലും അവിടെ ചെന്ന് ഏതെങ്കിലും ഒന്ന് ചിലപ്പോൾ എടുക്കാതിരിക്കും. അപ്പോൾ എല്ലാം കൂടി കയ്യിൽ പിടിച്ചിട്ട് പോയിട്ടുണ്ട്. അതുപോലെ എന്താ നമ്മളിപ്പോൾ എപ്പോഴും വിചാരിക്കും വേഗം പോയിട്ട് വേഗം വരണം, പക്ഷെ അങ്ങനെ പറ്റുകയോ ചെയ്യില്ല. നമ്മൾ എന്താ എത്ര ലേറ്റായിട്ട് വരാൻ പറ്റും അത്രയും ലേറ്റായിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മളൊരു ടൈം, ഞാൻ ചിലപ്പോൾ ഇവിടെ ഉണ്ണിനൊക്കെ ആക്കിയിട്ട് പോകുമ്പോൾ ഞാൻ പറയും അമ്മ വേഗം പോയിട്ട് ബസ്സിന് പോയിട്ട് അതേ ബസ്സിന് തന്നെ തിരിച്ച് വരാനൊക്കെ പറയും. ഇതിന് മുന്നേ എന്താ ഞാൻ പറയാം, വീട്ടിലവിടെ അമ്മയും അച്ഛനൊക്കെ സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാനായിട്ട് ഞങ്ങോട്ട് വന്നത്. എന്താ തൈറോയിഡ് എന്തോ ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് എന്താ വിളിച്ച് വേഗം ചെറുതൂത്തിക്ക് ഇവിടുന്ന് ബസ്സിനെ പോവുക, വേഗം പോയി കുത്തിയെടുക്കുക, ടെസ്റ്റ് ചെയ്യുക, അത്രയല്ലേ വേണ്ടുള്ളൂ. പിറ്റേ ദിവസം റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ വേഗം പോയി വേഗം വരാമെന്ന് വിളിച്ച്. അതും പിന്നെ ഇങ്ങനെ നീളും ഓരോരോ കാര്യമായിട്ട്. അപ്പോഴും എവിടെ പോയിട്ട് വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ എവിടെ പോയിട്ട് വരികയാണെന്ന് വെച്ചാലും അത്യാവശ്യം 1-2 മണിക്കൂർ പിടിക്കും. പിന്നെന്താ എൻ്റെ വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കധികം ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലയെന്ന് തോന്നുന്നു. ഉള്ളിൽ ഇപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ അടുക്കളയിലൊക്കെ നിൽക്കുന്ന ഓരോ പണികളൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എന്താ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കായാലും ഒരു മടുപ്പ് തോന്നും, ഇങ്ങനെ തീരെ ക്ലിയർ ഇല്ല. അത് നമ്മുടെ ഫോണിൻ്റെ പ്രശ്നമാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ പിന്നെ അതുപോലെ ചിലപ്പോൾ ലൈറ്റിൻ്റെ ഒക്കെ ഞാൻ പറ്റണ പോലെ ലൈറ്റൊക്കെ മാറ്റിയിട്ട് ഇട്ട് നോക്കാറൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും അധികം ക്ലാരിറ്റി ഇല്ലാത്തത്. അപ്പോൾ പിന്നെന്താ പറയുക. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാട്ടിയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഒരു അക്ഷയക്കാർ ഒരു ടൈം വിളിച്ച് പറയുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ടൈമിനാണ് പോയത്. അക്ഷയ പോയപ്പോഴോ ഞാൻ പറഞ്ഞ പോലെ ഒടുക്കത്തെ തിരക്കും, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴും 2 മണിക്ക് വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇറങ്ങിയപ്പോഴേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴും ആ തിരക്കിൻ്റെ ഇടയിൽ എന്താ കുഞ്ഞാറ്റിനെ കൊണ്ടുപോകണ്ടെന്ന് തന്നെ തോന്നിപ്പോയിട്ട് അവിടെ വീട്ടിൽ നിർത്തിയാൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നു 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടൊക്കെ. സനുവിന് എന്താ ചെയ്യുക, കൊണ്ടുപോകാതിരിക്കാനും പറ്റില്ലല്ലോ. അവൾ കാണിക്കുന്നതിൻ്റെ ഒപ്പം കുഞ്ഞാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി തന്നെയായിരുന്നു കേട്ടോ. എന്തായാലും അവസാനം സമാധാനമായി. അങ്ങനെ ആധാറൊക്കെ എടുത്തു, ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തി ഒക്കെ ശരിയാക്കി. അതങ്ങോട്ട് ശരിയായില്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം കുഞ്ഞാറ്റിൻ്റെയും കൂടി ആധാരം എടുക്കാനായിട്ടോ. അതൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മളിവിടെ ഷൊർണൂർ റീഗലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഷെയ്ക്കും പിന്നെ എന്തോ എഗ്ഗ് പപ്സാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ഷെയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കും അമ്മമ്മയ്ക്കും കൂടിയിട്ട്. അതൊന്നും തന്നെ സനുവിനെയും കൊടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ എന്താ ചെയ്യുക, സനു ഷെയ്ക്ക് മൊത്തം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ലേ അവൾ ഷെയ്ക്ക് അങ്ങനെ ഫുള്ള് കുടിക്കുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അവളങ്ങനെ കുടിക്കാറൊന്നുമില്ല, എന്താണാവോ. എന്നാൽ ഫുള്ള് ഷെയ്ക്ക് അവൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പണ്ടൊക്കെ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോഴും കോളേജൊക്കെ വിട്ട് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ റീഗലിൽ കയറിയിട്ട് ഷെയ്ക്കും അതുപോലെ എന്താ കട്ട്ലേറ്റ് പപ്സൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നൊസ്റ്റാൾജി തന്നെയാണ്. ഒരു വല്ലാത്തൊരു ഓർമ്മ തന്നെയാണ് അവിടെയൊക്കെ കയറുമ്പോൾ. അതുപോലെ തന്നെ ഒന്നും എടുത്ത് പറയാവുന്നതാണ്, പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, വെറുതെ വില മാത്രം കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ ഷെയ്ക്കിനോ ഒന്നും ആ ഒരു പണ്ടത്തെ ടേസ്റ്റ് കിട്ടാറില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് വാങ്ങിച്ചാൽ നമ്മുടെ വയറ് ഫില്ലാവും, വേറെ ഒന്നും വേണ്ട. ഇപ്പം വെറുതെ എന്താ പറയുക, വെറുതെ പച്ചവെള്ളം പോലെ ആയിരിക്കണം. ആദ്യം ഒരുപാട് നട്ട്സും ഐസ്ക്രീമും ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇപ്പം എനിക്ക് വല്ലാത്തൊരു ടേസ്റ്റാണ് തോന്നിയത്. എനിക്ക് വല്ലാണ്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അത്. പിന്നെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എവിടെ പോയാലും ഷാർജ ഷേക്ക് വിട്ടിട്ട് ഒരു കളിയില്ല, വേറെ ഒന്നും വാങ്ങില്ല. എത്ര നമുക്കിങ്ങനെ മെനു കൊടുത്ത് തന്നാലും കുറേ ഇങ്ങനെ നോക്കിയിരിക്കുന്നല്ലാണ്ട് ഞാൻ വേറെ ഒന്നും ഓർഡർ ചെയ്യാറില്ല. ഷാർജ ഷേക്ക് മാത്രമാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. ഏട്ടനും ഞാനും കൂടി പോയ ഏട്ടന് ഇഷ്ടമുള്ളതൊക്കെയാണ് കേട്ടോ വാങ്ങാറുള്ളത്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എപ്പോഴും ഷാർജ തന്നെ വാങ്ങാറുള്ളൂ. അങ്ങനെ നമ്മൾ ഷെയ്ക്കൊക്കെ കുടിച്ചു. പിന്നെ ബസ്സിലാണ് കേട്ടോ വന്നിട്ട്, ബസ്സിൽ വരുമ്പോൾ കടലയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. പിന്നെ അതാ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഡ്രൈവിങ്ങിന് ആദ്യമായിട്ട് പോയ വീഡിയോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പോയ ദിവസം അന്വേഷിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. പക്ഷെ അവിടെ പോയപ്പോൾ ഞാൻ ഡ്രൈവിങ് ഒരു തവണ വണ്ടി ഓടിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയപ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ആധാറിൻ്റെ SLCയുടെ ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെ അവർ പറഞ്ഞ കണ്ണ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ചെറുതുരുത്തിയിലുള്ള മാസിലേക്കാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു PNNMയിൽ പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ PNNMയിലാണ്. അവിടെ പോയപ്പോൾ ആദ്യം അവർ ഹൈറ്റ് വെയിറ്റ് അതുപോലെ എല്ലാതും ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വെറുതെ പോയി, കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതെന്താ ചിരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ എടുത്ത് കൂട്ടുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇവൾക്ക് എന്താ പ്രാന്തുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ നിരത്തി ഓരോരോ സ്ഥലത്തെത്തുമ്പോഴും വീഡിയോസ് എടുക്കല്ലേ, മറ്റുള്ളവർക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടുന്ന് കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റോ എന്താ ഫോമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ മാസിൽ വന്ന് ഒക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്ത ദിവസം ഞാൻ വണ്ടി ഓടിക്കാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.